ഇപ്പോൾ രാജ്യത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമാണ് വഖഫ് നിയമ ഭേദഗതി ബിൽ. വഖഫ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ മുസ്ലിം ജനവിഭാഗത്തിനിടയിലുള്ള നിയമപ്രകാരം അവകാശപ്പെട്ടൊരു കാര്യമാണ്. അത് പൂർണ്ണമായും സംരക്ഷിക്കാനുള്ള ബാധ്യതയാണ് സാധാരണഗതിയിൽ സർക്കാരിനുള്ളത്. പക്ഷെ ഇവിടെ വഖഫ് ചെയ്ത ഭൂമി അത് തട്ടിയെടുക്കാനുള്ള ശ്രമമാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഈ ഭേദഗതിയിലൂടെ മുന്നോട്ട് കൊണ്ടുവന്നത്. കടുത്ത എതിർപ്പ് അതുയർത്തി. മാത്രമല്ല, BJPയോടൊപ്പം നിൽക്കുന്ന കക്ഷികൾക്കടക്കം അത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അവരടക്കം അതിനോട് വിയോജിച്ചു. നേരെ പാസ്സാക്കിയെടുക്കലായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷേ കടുത്ത എതിർപ്പ് ഉയർന്നു വന്നപ്പോൾ പരിശോധനയ്ക്ക് പാർലമെൻ്ററി സമിതിക്ക് വിട്ടിരിക്കുകയാണ്. ഉദ്ദേശം വ്യക്തമാണ്. ന്യൂനപക്ഷങ്ങൾക്കെതിരെ സ്വീകരിക്കുന്ന നിലപാടിൻ്റെ ഭാഗമായുള്ള ഒരു നടപടി എന്ന നിലക്കാണ് ഇതിനെ കാണാൻ കഴിയുക. ഇതിൻ്റെ ഭാഗമായുള്ള മറ്റൊട്ടേറെ കാര്യങ്ങൾ വിവിധ സംസ്ഥാനങ്ങളിൽ നടന്നതും നേരത്തെ നടന്നതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതുമായ കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിലുള്ളതാണ്. അത്തരം കാര്യങ്ങളിലെല്ലാം കേന്ദ്ര ഗവൺമെൻറ് എല്ലാ ഘട്ടത്തിലും അക്രമികളുടെ പക്ഷത്താണ് നിന്നിട്ടുള്ളത്. ആക്രമണത്തിനിരയായ വിഭാഗത്തിൻ്റെ സംരക്ഷണത്തിനല്ല എത്തിയിട്ടുള്ളത്. ചില ഘട്ടങ്ങളിൽ അക്രമത്തിനിരയായവർക്ക് എതിരായ നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇതെല്ലാം RSS നേതൃത്വത്തിലുള്ള സംഘപരിവാർ നിലപാടിൻ്റെ ഭാഗമായി സംഭവിക്കുന്നതാണ്. ഈ കാര്യത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് ഒരു വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം ഉയർന്നു നിൽക്കുന്നുണ്ട്. അത് ഇവിടെ കൈകാര്യം ചെയ്ത രീതി നാം നോക്കണം. മുനമ്പത്തുള്ള പ്രശ്നം നമ്മുടെ സംസ്ഥാനത്ത് ഒരു പ്രത്യേക പ്രശ്നമായി കണ്ടുകൊണ്ട് തന്നെ സർക്കാർ ഇടപെടുകയുണ്ടായി. ആ പ്രശ്നം പരിശോധിച്ചാൽ കാണാൻ കഴിയുക, ദീർഘകാലമായി, അതായത് ദശാബ്ദങ്ങളായി അവിടെ താമസിച്ചു വരുന്ന കുടുംബങ്ങളുണ്ട്. അവർ ഏതെങ്കിലും തരത്തിൽ തെറ്റ് ചെയ്യുന്നു എന്ന ബോധ്യത്തിൽ ഭൂമി വാങ്ങിയവരല്ല. സാധാരണ നിലക്ക് ഉള്ള ഭൂമി വാങ്ങലാണ് അവർ പലരും ചെയ്തിട്ടുള്ളത്. അത്തരത്തിലുള്ള ആളുകൾ ആ ഭൂമി നേരത്തെ വഖഫ് ചെയ്ത ഭൂമിയായിരുന്നു. ആ വഖഫ് ചെയ്ത ഭൂമി മറ്റ് ചില നടപടിക്രമങ്ങളുടെ ഭാഗമായി ചിലർക്ക് വിൽക്കാൻ സാധിച്ചു. വളരെ വിശദമായൊരു കാര്യമാണ്. അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഒരു ഘട്ടത്തിൽ റിസീവർ തന്നെ വിൽക്കുന്ന നിലയുണ്ടായി. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ചരിത്രം. ഏതായാലും വഖഫിൻ്റെ ഭൂമി വഖഫിന് അവകാശപ്പെട്ടതാണ്, വഖഫ് ബോർഡിന് അവകാശപ്പെട്ടതാണ് എന്ന നിയമപരമായ ഒരു വശമുണ്ട്. അതിൽ കോടതിയുടെ ഇടപെടൽ പല ഘട്ടങ്ങളിലായി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു ഘട്ടത്തിൽ ഈ താമസിക്കുന്ന ആളുകൾ, ആ കൈവശം വെക്കുന്ന ആളുകൾ ആ സ്ഥലത്തിൻ്റെ നികുതി അടക്കുന്നത് തടയുന്ന നില വന്നു. അതിൽ ഗവൺമെൻറ് ഇടപെട്ടു. ആ പ്രശ്നം ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെട്ടു. ആ നികുതി അടക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തി. നികുതി അടക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയപ്പോൾ ചിലർ കോടതിയിൽ പോയി കോടതി അത് സ്റ്റേ ചെയ്തു. ഇപ്പോൾ ഹൈക്കോടതിയുടെ സ്റ്റേയിൽ കിടക്കുകയാണത്. അവിടെയുള്ള ജനങ്ങൾ, കൈവശാവകാശക്കാർ ഒഴിഞ്ഞു പോകേണ്ടി വരുമോ എന്ന ആശങ്കയും. ഏതായാലും സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ഗൗരവമായി പരിശോധിച്ചു. അതിലാദ്യം എടുത്ത നിലപാട്
അവിടെ ദശാബ്ദങ്ങളായി താമസിക്കുന്നവർ, കൈവശം വെക്കുന്നവർ, അവരുടെ സംരക്ഷണം ഉറപ്പുവരുത്തുക. അതാണ് സർക്കാരിൻ്റെ സമീപനം. അതിലേറ്റവും പ്രധാനം അവർക്ക് അവിടെ തന്നെ നിൽക്കാൻ കഴിയണം, അവരെ ഒഴിപ്പിക്കരുത്. അപ്പോൾ സർക്കാർ നിലപാടെടുത്തത് ഇവരെ ആരെയും ഒഴിപ്പിക്കുന്നില്ല, ഇവരെ ഒഴിപ്പിക്കുന്ന നടപടിയെടുക്കില്ല. അതേസമയം വഖഫ് ബോർഡിനോട് സർക്കാർ ഒരു അഭ്യർത്ഥന നടത്തി. ഇപ്പോൾ ഈ ഒരു നിലപാടാണ് സർക്കാർ എടുത്തിട്ടുള്ളത്. ഈ ഘട്ടത്തിൽ നിങ്ങൾ അവരെ ഒഴിയേണ്ടതാണ് എന്ന് പറഞ്ഞുള്ള നിലപാടെടുക്കുകയോ അതിൻ്റെ ഭാഗമായുള്ള നോട്ടീസ് അയക്കുകയോ ചെയ്യരുത്. അത് വഖഫ് ബോർഡും അംഗീകരിച്ചു. അപ്പോൾ അവരെ അവിടെ സംരക്ഷിക്കുക എന്ന നിലപാട് വരുമ്പോൾ നിയമപരമായ സംരക്ഷണമാകണം. ഒരു സർക്കാർ നിലപാടുകളെടുക്കുമ്പോൾ നിയമപരമായ നിലപാടേ എടുക്കാൻ പറ്റും. ഇതിനകത്ത് നൂലാമാലയായിട്ടുള്ള നിയമപ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളാകെ വിശദമായി പരിശോധിച്ച് ഇവരുടെ കൈവശാവകാശക്കാരുടെ, താമസക്കാരുടെ താൽപ്പര്യം എങ്ങനെ സംരക്ഷിക്കാനാകും, ആ താൽപ്പര്യം സംരക്ഷിക്കുന്നതിന് ആവശ്യമായ നിയമോപദേശം സർക്കാർ ലഭിക്കേണ്ടതുണ്ട്. അതിന് കേരള ഹൈക്കോടതിയിലെ റിട്ടയർ ചെയ്ത, നേരത്തെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസായി പ്രവർത്തിച്ച പ്രസിദ്ധ നിയമജ്ഞൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരെ ഒരു കമ്മീഷനായി നിയമിക്കുന്നു. 3 മാസം കൊണ്ട് അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ കമ്മീഷൻ നൽകണം എന്നും അതോടെ വ്യവസ്ഥ ചെയ്തിരിക്കുന്നു. അതോടൊപ്പം ഹൈക്കോടതിയുടെ സ്റ്റേ ഉണ്ട്. നികുതി അടക്കാൻ പാടില്ല, അല്ലെ, നികുതി അടക്കാൻ തീരുമാനിച്ചത് സ്റ്റേ ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് നികുതി അടക്കാൻ പറ്റുന്നില്ല. ആ സ്റ്റേ നീക്കിക്കിട്ടുന്നതിന് ഹൈക്കോടതിയെ സർക്കാർ സമീപിക്കും. ഹൈക്കോടതിയിൽ വിവിധ കേസുകളുണ്ട്. ആ കേസുകളിൽ ഈ കൈവശാവകാശക്കാർക്കും അവിടുത്തെ സ്ഥിരതാമസക്കാർക്കും അനുകൂലമായ നിലപാട്, നേരത്തെ പറഞ്ഞ രീതിയിലുള്ള നിലപാടാണ് സർക്കാർ സ്വീകരിക്കുക. ഈ കാര്യങ്ങളെല്ലാം ആ സമരം നടത്തുന്ന ആളുകളോട് പറഞ്ഞു. അവർ സർക്കാർ തീരുമാനത്തെ പൊതുവെ അംഗീകരിച്ചിരിക്കുന്നു. ഇതാണ് ഒരു സർക്കാരിന് ഇത്തരം കാര്യങ്ങളിൽ ചെയ്യാൻ കഴിയുന്ന നില. ഏതെങ്കിലും ഒരു വിഭാഗത്തെ ശത്രുവായി കണ്ടുകൊണ്ട നിലയല്ല. ഒരു പ്രശ്നമുണ്ടായാൽ ആ പ്രശ്നം എങ്ങനെ യോജിപ്പോടെ പരിഹരിക്കാൻ പറ്റും, അതിൻ്റെ മെറിറ്റിൽ നിന്നുകൊണ്ട് എങ്ങനെ പരിഹരിക്കാൻ പറ്റും, എങ്ങനെ നിയമാധിഷ്ഠിതമായ രീതിയിൽ കാര്യങ്ങൾ പരിഹരിക്കാൻ പറ്റും, അതേസമയം ജനങ്ങൾക്ക് മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ചെയ്യരുത്. ആ സമീപനമാണ് സംസ്ഥാന സർക്കാർ ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്.